ഹലോ, ടാബി എംബ്ലമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു കണ്ടൻറ്റ് ഞാൻ ഈ ത്രെഡൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് കേട്ടോ കാണിച്ചു തരുന്നത്. ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അത് തയ്ക്കുന്ന സമയത്ത് നൂല് കണ്ടുപിടിക്കാനൊക്കെ കുറച്ച് ഡിഫിക്കൾട്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ഈ നൂലെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന 2-3 കൂട്ടം സാധനങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. എനിക്ക് നൂല് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഒന്ന് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചത്, ഒന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്, ഒന്ന് ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നുള്ള പറയാം. മിക്കവരുടെയും കാര്യം ചിലപ്പോൾ കാണും കേട്ടോ. എങ്കിലും ഇതില്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇത് മേടിക്കണോ വേണ്ടോ എന്ന് ഡൗട്ടായിട്ടിരിക്കുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതെടുക്കാം. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു ബോക്സ് നമുക്കിതാ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പറ്റുമേ. അങ്ങനെ പെട്ടെന്നൊന്നും ഇത് ഓപ്പൺ ആയി പോകത്തൊന്നുമില്ല. അപ്പോൾ ഇതെനിക്ക് ബോബിൻസ് ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് നേരത്തെ മെഷീനായിരുന്നു, അപ്പോൾ എനിക്ക് ഒരുപാട് ബോബിൻസ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ബോബിൻസ് എല്ലാം ഇതിൽ ഫില്ല് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കളറ് കണ്ടുപിടിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. ഇപ്പം ഞാൻ ഈ പവർ മെഷീൻ്റെ ഉഷയുടെ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അധികം ബോബിനൊന്നും ഇല്ല. എൻ്റെ സിംഗിൾ മെഷീൻ ആയിരുന്നപ്പോൾ എനിക്ക് നിറയെ ബോബിൻസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ ഈ നൂലിങ്ങനെ ചുറ്റിപ്പണിഞ്ഞ് പോകത്തൊന്നുമില്ല കേട്ടോ. ബോബിനിൽ എപ്പോഴും എനിക്ക് ബുദ്ധിമുട്ട് വരുന്നൊരു കാര്യം അതായിരുന്നു, നൂലെപ്പോഴും ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ഇതിലിട്ട് വെക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ പോകണില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്നും കൂടെ മാറ്റിയിട്ട് ഒന്നും കൂടെ വെക്കുന്നതാണ്. ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ബോക്സ്. ബോബിൻ ഓർഗനൈസറാണ് ഇത്. നമുക്ക് മീഷോയിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം മേടിക്കാൻ കിട്ടും. വളരെ ചീപ്പ് റേറ്റേ ഉള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു ബിലോ 200 ഞാൻ മേടിച്ചത്. അതോ അല്ലെങ്കിൽ 200 സംതിങ്, കറക്റ്റ് ഓർക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കുറച്ച് ബോബിൻസും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടും കേട്ടോ. ഇത് 1 2 3 4 5 25 പീസ് നമുക്ക് ഇതിനകത്ത് വെക്കാം. അതുപോലെ നമുക്ക് 25 പീസും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. വളരെ വർത്തായിട്ടുള്ളൊരു കാര്യമായിരുന്നു, വളരെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതാണ് എൻ്റെ ഫസ്റ്റ്. ഞാനത് നൂല് ഓർഗനൈസറായിട്ട്, എനിക്ക് ത്രെഡ് ഓർഗനൈസറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള എൻ്റെ ഫസ്റ്റ് കാര്യം ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് കണ്ടോ ഇങ്ങനെ ഇരുന്നുള്ളൂ. ഇങ്ങനെ പെട്ടെന്ന് പോകത്തൊന്നുമില്ല. സൂക്ഷിക്കണം, പോകുമെന്നറിയാൻ വേണ്ടി നമ്മൾ എറിഞ്ഞ് നോക്കരുത്. എങ്കിലും സേഫായിട്ടുള്ളൊരു കാര്യമാണ്. പൊടിയൊന്നും പിടിക്കത്തില്ല, സേഫായിട്ട് ഇരുന്നോളൂ. അപ്പം താല്പര്യമുള്ളവർക്ക് മേടിച്ച് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു ബോക്സാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ബോക്സാണ്. പിന്നെ ഇതെനിക്ക് ഞാൻ ഈ പവർ മെഷീൻ മേടിച്ച സമയത്ത് എനിക്ക് അവർ ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ ഇത്. ഇങ്ങനൊരു ഇത് തുറന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ നമുക്ക് ലഞ്ച് ബോക്സൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മേലൊരു തട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലെയാണ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തെങ്കിലും കാര്യമൊക്കെ ഇതിനകത്ത് വെക്കാം കേട്ടോ. നമുക്ക് ചെറിയ പിൻസോ അല്ലെങ്കിൽ സൂചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കള്ളിയുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്ര തന്നെ ഉപയോഗിക്കാവേ. ഒരു 18 നൂല് ഇതിനകത്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. ഇത് കണ്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഇതിലിപ്പോൾ കൂടുതലും എൻ്റെ കയ്യിൽ വലിയ ത്രെഡുണ്ട്, അതിട്ട് വെക്കുന്നത് ഞാൻ ഇതിനകത്താണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഓർഗനൈസ് ചെയ്യണില്ല, ചുമ്മാ അങ്ങ് വയ്ക്കും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ അകത്തി വെച്ചത് എന്താണെന്ന് വെച്ചാൽ ചെറിയ സൈസ് ഇച്ചിരി കുറഞ്ഞതുകൊണ്ട് അതും കൂടെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇട്ട് വെക്കാൻ എനിക്ക് സേഫായിട്ടുള്ളത് ഈ ബോക്സിന് കറക്റ്റാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള അത്രയും ഇതിനകത്ത് കൊള്ളും. ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടിയതായതുകൊണ്ട് ഒന്നും കൂടി ഒരു സന്തോഷമുണ്ട്. ഇങ്ങനത്തെ തന്നെ ബോക്സ് നമുക്ക് മേടിക്കാനും കിട്ടും കേട്ടോ. പറഞ്ഞാൽ ഞാൻ ഓൺലൈനിലൊക്കെ എപ്പോഴും നോക്കുവേ. അപ്പോൾ അതിനകത്ത് ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. ഇതൊന്നും ഒരിക്കലും നഷ്ടമല്ല കേട്ടോ. പിന്നെ നമുക്ക് കുറേ ഇപ്പോൾ ഉപയോഗിക്കേണ്ടാത്ത നൂലൊക്കെ ഉണ്ട്, പൊടി പിടിക്കാതൊക്കെ സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് മേടിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഈ വലിയ നൂലുകൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് സൂക്ഷിക്കാൻ ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള, എനിക്ക് വലിയൊരു തലവേദന തന്നെ ഇല്ലാണ്ടാവുന്നൊരു സാധനമാണ് ഇത് കേട്ടോ. ഇത് മിക്കവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഞാനിത് എറണാകുളത്ത് ബ്രോഡ്വേ എന്നാണ് കേട്ടോ മേടിച്ചത്.
ഒരുപാട് നൂല് ഇതിനകത്ത് കൊള്ളുക, ഒത്തിരി നൂല് കൊള്ളും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പോർഷനിൽ മാത്രം കൊള്ളാനുള്ള നൂല് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെ ഇങ്ങനെ 2 ഹോളുണ്ട് കേട്ടോ. ഈ 2 ഹോളിൽ നമുക്ക് ആണിയിൽ നമുക്കിത് വോളിലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ തൂക്കിയിടാം, ഹാങ് ചെയ്തിടാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 സ്റ്റാൻഡ് കിട്ടുവേ. ഈ സ്റ്റാൻഡ് ഒന്ന് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ, ഒന്ന് എൻ്റെ കുഞ്ഞെവിടെയോ കളിക്കാൻ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഈ 2 സ്റ്റാൻഡിൽ നമുക്കിത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണാമോ, ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. എങ്ങനെ വെക്കുന്നതെന്നുള്ള ഞാൻ കാണിച്ചു തരാം. ഇതാ സിമ്പിളായിട്ട് വയ്ക്കാം കേട്ടോ. ഇവിടെ മാർക്കിംഗ് ഉണ്ടാവുമേ, ഇവിടെ 2 സൈഡിലും, അതുപോലെ ഇതാ ഇവിടെ 2 സൈഡിലും ഇങ്ങനെ 4 സൈഡിലായിട്ട് മാർക്കിംഗ് ഉണ്ടാവും. ഈ മാർക്കിങ്ങിലേക്ക് നമുക്കിത് ചുമ്മാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയേ. ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ടേബിളിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ വെക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. ഇതങ്ങനെ പെട്ടെന്ന് പോകത്തൊന്നുമില്ലേ, നൂലിട്ടാലും പോകത്തൊന്നുമില്ല. കാരണം ഇതുണ്ടോ, ഇതിങ്ങനെ മേലോട്ട്, ഇതെല്ലാം ഇങ്ങനെ മേലോട്ട് ചെരിഞ്ഞായിരിക്കുന്നത്, സ്ട്രെയിറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത്, മേലോട്ട് ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതങ്ങനെ പെട്ടെന്നൊന്നും നൂലിട്ടാലൊന്നും താഴേക്ക് പോകത്തൊന്നുമില്ല. നമുക്ക് നല്ല ഈസി ആയിട്ട് നൂലിടാനും എടുക്കാനും ഒക്കെ പറ്റും. കളറൊക്കെ നമുക്ക് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുമേ. നൂല് തപ്പിയെടുക്കാനൊക്കെ നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമുക്കിതിലൊന്ന് നൂല് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഞാൻ മിക്കപ്പോഴും നൂല് ഒരേ കളറൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഞാൻ ചിലപ്പോൾ എടുത്തൊക്കെ കഴിയുമ്പോൾ പല നൂലും അതിൻ്റെ കളറൊക്കെ മാറിയൊക്കെ പോകും. എങ്കിലും മാക്സിമം ഞാൻ ഇതുപോലെ വെക്കും. അപ്പോൾ എനിക്ക് കളർ എടുക്കാൻ എളുപ്പമുണ്ടാകും. കാരണം നമ്മളിങ്ങനെ നൂല് വെച്ച് നോക്കിയാലാണല്ലോ ഓരോ വേരിയേഷൻസ്, തുണിയുടെ വേരിയേഷൻസ് ഇന്നതാ ചേരുള്ളൂ എന്നറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരേ കളർ തന്നെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ, നൂല് തപ്പിയൊന്നും പോകണ്ട. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് വെക്കും. അതുകൊണ്ട് എനിക്ക് ഈ സാധനം ഭയങ്കര ഈസിയാണേ. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളിതൊന്ന് മേടിച്ച് നോക്കാം. നമുക്ക് അധികം റേറ്റ് ഇല്ല കേട്ടോ. ഞാനിത് ബ്രോഡ്വേന്നാണ് മേടിച്ചിട്ടുള്ളത്. ഇത് ഓൺലൈനിലൊക്കെ ലഭിക്കും. റീസണബിൾ ആയിട്ടുള്ള റേറ്റ് മാത്രമേ, പ്രൈസ് മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്ന് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളൊന്ന് മേടിച്ച് നോക്കട്ടോ. അങ്ങനെ ഞാൻ നൂലെല്ലാം വെച്ച് കഴിഞ്ഞു കേട്ടോ. ശരിക്കും ഇത് എനിക്ക് കംപ്ലീറ്റ് ആവാൻ മാത്രമുള്ള നൂലൊന്നും ഇല്ലായിരുന്നു. ഇനി കുറച്ച് ഓൾഡ് നൂലൊക്കെ ഉള്ള എൻ്റെ ബാക്ക് സൈഡ് വെക്കുവേ. അതെനിക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ, എനിക്ക് പഴയത് എന്തെങ്കിലുമൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ആ നൂല് ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ അതാ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ബ്ലൗസൊക്കെ ഞാനൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. ഇതെനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഗിഫ്റ്റ് കിട്ടിയ ബോക്സാണ്. പക്ഷേ ഇതുപോലെ തന്നെ ഉള്ള ഇങ്ങനെ തന്നെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്ന ബോക്സുകൾ നമുക്ക് പല രീതിയിൽ ഒക്കെ ഉള്ളത്, പല മോഡലുള്ളതൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. മീഷോയിലുണ്ട്, ആമസോണിലും, ഫ്ലിപ്കാർട്ടിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മേടിക്കാം കേട്ടോ. ഇത് നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് വേഗം വരാമേ.